ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ മുഹമ്മദ് ഫാരിസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയുമായിരിക്കും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലെത്തിയിട്ടുള്ളത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെന്ന് വെച്ചാൽ, ഞാൻ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ മുന്നിലോട്ട് ഒരു യൂട്യൂബ് ചാനലുമായിട്ട് വരികയാണ്. നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, സ്ലൈഡിൽ കാണുന്നുണ്ടാവും. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫാരിസ് ലെക്ചേഴ്സ് എന്നാണ്. ഫാരിസ് ലെക്ചേഴ്സ്. അപ്പോൾ ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കൊക്കെ എൻ്റെ ക്ലാസ് എളുപ്പത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ചാനലിലൂടെ എല്ലാ PSC ആയാലും, അതായത് PSC, SSC, കേരള സിലബസിന്റെ സ്കൂൾ വിഭാഗം, അതേപോലെ കേട്ടറ്റ്, സെറ്റ്, ബാങ്ക്, ഇവയിലേക്ക് ആവശ്യമായ ഇംഗ്ലീഷിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ഈ ഫാരിസ് ലെക്ചേഴ്സ് എന്ന ചാനലിലൂടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. PSC ആണെങ്കിൽ 10th ലെവലായാലും 12th ലെവലായാലും ഡിഗ്രി ലെവലായാലും പ്രിലിംസും മെയിൻസും എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇനി മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ് വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ വളരെ കീറി മുറിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതിന് നിങ്ങൾ എന്നുമായിട്ട് എന്ത് ചെയ്യണം? എന്നോട് സഹകരിക്കണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് ഫാരിസ് ലെക്ചേഴ്സ് എന്നാണ്. ഓരോ ടോപ്പിക് ആയാലും, ഇംഗ്ലീഷിനെ നിങ്ങളുടെ ഏത് എക്സാം വിളിച്ചു കഴിഞ്ഞാലും അതിൻ്റെ സിലബസ് പരിശോധിച്ചുകൊണ്ട് എല്ലാ ടോപ്പിക്കും അതിൻ്റെ സർഫസ് മുതൽ ഡെപ്ത് വരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. പിന്നെ അതേപോലെ തന്നെ കേരളത്തിൽ SSC ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും, SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അവർക്കും SSCയുടെ സിലബസ് പ്രകാരം തന്നെ ഓരോ ടോപ്പിക് വൈസ് നമ്മൾ ഈ ചാനലിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ കേട്ടറ്റ് ഇംഗ്ലീഷ് എന്താ നമുക്കറിയാം. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, ഈ മൂന്നിലേക്കും ആവശ്യമായ ഇംഗ്ലീഷ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നമുക്കറിയാം, അധ്യാപക പരീക്ഷ സെറ്റ് അല്ലേ, അതായത് BEdും PGയും കഴിഞ്ഞ ആളുകൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് വേണമെന്നറിയാം. അതിന്റെ ഇംഗ്ലീഷും നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ഒരുപാട് ആളുകൾ ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതുണ്ടാവും. അവർക്കും ആ സിലബസ് പ്രകാരം നമ്മൾ ഇംഗ്ലീഷ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട്, എൻ്റെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ, എന്നെ കേൾക്കുന്ന എൻ്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ ചാനലുമായിട്ട് എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പൊ മക്കളെ, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഫാരിസ് ലെക്ചേഴ്സ് എന്നാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഏതൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിലും ആ ടോപ്പിക്കിലെ ഏകദേശം 1000 ചോദ്യങ്ങൾ, ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ ഏകദേശം 1000 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ടെലഗ്രാമിലൂടെ ചെയ്യാം. എൻ്റെ ടെലഗ്രാം ചാനലാണ് ഫാരിസ് ഇംഗ്ലീഷ് എന്നുള്ളത്. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് ഈ ഫാരിസ് ഇംഗ്ലീഷ് എന്നുള്ളത് നിങ്ങളുടെ ടെലഗ്രാമിൽ എടുത്തിട്ട് അതിന്റെ സെർച്ച് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ, ഫാരിസ് ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്ക്രിപ്ഷനിൽ ഇതൊക്കെ നമ്മൾ കൊടുക്കും. നിങ്ങൾക്ക് ഈ ചാനൽ കാണാൻ പറ്റും. അതിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഈ ചാനലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, യൂട്യൂബിൽ എടുക്കുന്ന ഓരോ ടോപ്പിക്കും ആ ടോപ്പിക് ബേസിൽ ഏകദേശം 1000ഓളം ചോദ്യങ്ങൾ ഞാൻ ഇതിൽ എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ക്ലാസ് എടുക്കുന്ന ഏത് ടോപ്പിക്കാണ് കൈകാര്യം ചെയ്യുന്നത്, ഏതാണ് ഇനി എടുക്കാൻ പോകുന്നത് എന്നുള്ള എല്ലാ അപ്ഡേഷൻസും എൻ്റെ ടെലഗ്രാം ചാനലായ ഫാരിസ് ലെക്ചേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൽ എല്ലാ വിധത്തിലുള്ള അപ്ഡേഷൻസും അതിലുണ്ടാകും. അപ്പൊ പറ്റുമെങ്കിൽ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഇതിലും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പറയാനുള്ളത് ക്ലാസ്സുകളെ കുറിച്ചാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളെ കുറിച്ചാണ്. പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് ഇത്രയുള്ള ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. അതായത് പരീക്ഷ നമുക്കറിയാം, ഓരോ എക്സാം വിളിച്ചു കഴിഞ്ഞാലും പരീക്ഷയുടെ ഒരു മാസം മുമ്പൊക്കെ നമുക്ക് ഇംഗ്ലീഷിന്റെ എല്ലാ ടോപ്പിക്കുമായിട്ടും നമുക്ക് ലൈവിൽ വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലൈവ് ക്ലാസ് ആയിട്ടും ഞാൻ നിങ്ങളുടെ മുൻപിലോട്ട് വരും. ഇനി ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്തൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കാണാൻ പറ്റാവുന്നതാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഡെയിലി ടെസ്റ്റ് ആണ്. ഡെയിലി ടെസ്റ്റ് അതായത്, ഞാനിപ്പോ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് കൊണ്ട് ആ ടോപ്പിക്ക് തീരൂല എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഓരോ ടോപ്പിക്കും അതിനെ കീറി മുറിച്ച് പഠിക്കുമ്പോൾ, അതിന്റെ സർഫസ് മുതൽ ഡെപ്ത് വരെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് കോണ്ടന്റുകൾ അതിൽ പറയേണ്ടതായിട്ടുണ്ടാകും. അപ്പൊ 1 മണിക്കൂറിൽ എത്രയാണോ തീരുന്നത്, ആ തീരുന്നതിനനുസരിച്ചുള്ള ഡെയിലി ടെസ്റ്റ്
ഞാൻ നേരത്തെ കാണിച്ചു തന്ന എൻ്റെ ടെലഗ്രാം ചാനലിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഒരു ടോപ്പിക്കിന്റെ 20% എടുത്തതെങ്കിൽ ആ പഠിപ്പിച്ച ഭാഗത്തിൽ നിന്ന് നിങ്ങളെ കൊണ്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എന്താണ് തീവ്രമായിട്ടുള്ള പരിശീലനം ഈ ചാനലിലൂടെ ഉണ്ടാകും. പോൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുക എന്ന് മനസ്സിലാക്കുക. പിന്നുള്ളത് നമുക്ക് വീക്ക്ലി മോക്ക് ടെസ്റ്റ് ആണ്. വീക്ക്ലി മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച ആവുമ്പോൾ ഏകദേശം 2 ടോപ്പിക്കൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും. 7 ദിവസം കൊണ്ട് 2 ടോപ്പിക്കൊക്കെ തീർക്കാൻ പറ്റും. ആ ടോപ്പിക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോക്ക് ടെസ്റ്റ് നടത്താം. അതായത് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, ഇപ്പൊ നിങ്ങൾ +2 ലെവൽ പരീക്ഷയാണ് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പരിശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം ആണ് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പരിശ്രമിക്കുന്നതെങ്കിൽ, ആ സിലബസ് വെച്ചിട്ട് ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന് 20 മാർക്കാണ് നിങ്ങൾക്കറിയാം. ആ സിലബസ് വെച്ചിട്ട് ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ചാനലിലൂടെ കണ്ടക്ട് ചെയ്യും. അതിനാണ് വീക്ക്ലി മോക്ക് ടെസ്റ്റ് എന്ന് പറയുക. അതുകൊണ്ട് ഇതും നമ്മളുടെ ചാനലിൽ ഉണ്ടാകും. അപ്പോൾ വളരെ ഫീച്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ ചാനലുമായിട്ട്. പിന്നെ നമ്മൾ നൽകുന്ന PDF നോട്ട്സ് നിങ്ങൾക്ക് ചാനലിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് ഞാൻ എടുക്കുന്ന ഓരോ ടോപ്പിക്കിന്റെയും ഡീറ്റെയിൽഡ് നോട്ട് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും, കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും എൻ്റെ ചാനലിലൂടെ. അപ്പൊ ഒരു കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇത് നിങ്ങൾക്ക് വേണ്ടി തുടങ്ങുന്ന ഒരു ചാനലാണ്. അപ്പൊ ഇത് സപ്പോർട്ട് ചെയ്യേണ്ടതും വിജയിപ്പിക്കേണ്ടതും നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാവും, അവരൊക്കെ PSC പരിശ്രമിക്കുന്നവരായിരിക്കും. ഒരുപാട് ആളുകൾക്ക് ഇംഗ്ലീഷ് വളരെയധികം പ്രയാസമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല സാർ, ഇംഗ്ലീഷ് എനിക്ക് പേടിയാണ് സാർ, ഇംഗ്ലീഷ് 10 ചോദ്യമാണെങ്കിൽ 2 മാർക്ക് കിട്ടാറുള്ളൂ സാർ. ഇനി അങ്ങനത്തെ വർത്തമാനത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല. നമ്മൾ ഇംഗ്ലീഷിനെ അറിഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷിനെ നമുക്ക് ഒരു പേടിയുമില്ലാതെ പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ കയ്യിലുള്ള പേന നിങ്ങൾക്ക് ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ഫാരിസ് എന്ന് പറഞ്ഞ ഞാൻ ഈ ചാനലുമായിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ വിജയിപ്പിക്കണം. എല്ലാവർക്കും നിങ്ങൾ ഈ ചാനൽ അറിയിച്ചു കൊടുക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം 13 ജില്ലകളിൽ ഇനി LDC പരീക്ഷ നടക്കാനുണ്ട്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് LDC പരീക്ഷ നടന്നു കഴിഞ്ഞത്. ഇനി 13 ജില്ലയിലും നടക്കാനുണ്ട്. ഈ 17-ാം തീയതി കണ്ണൂർ ജില്ലയുടെ എക്സാം ആണ്. അതിനുശേഷം മറ്റു ജില്ലകൾക്കും എക്സാം ഉണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ അപേക്ഷിച്ചത് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അപ്പോ ഒട്ടുമിക്ക കുട്ടികളും പറഞ്ഞത് ഈ LDC കഴിയുന്നത് വരെ ഓരോ ടോപ്പിക് വൈസ് PYQ ഡിസ്കഷൻ നടത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. PYQ ഡിസ്കഷൻ, ടോപ്പിക് വൈസ് PYQ ഡിസ്കഷൻ നടത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ ആദ്യം ചെയ്യുന്നത് ഈ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും, അത് ഇൻക്ലൂഡിങ് വൊക്കാബുലറി അടക്കം PSC മുൻ വർഷ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ച മുഴുവൻ ചോദ്യം ടോപ്പിക് വൈസ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും. അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ആ ക്ലാസ്സിലൂടെ ഞാൻ തരാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം. നമുക്ക് എന്ത് ചെയ്യണം, അടിച്ചു കയറി വരണം. ഇംഗ്ലീഷ് എന്നുള്ളത് ഇനി ഒരു വലിയൊരു സംഭവമല്ല എന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കി തരും. ഈസിയായ PSC പരീക്ഷകളിൽ ഏറ്റവും ഈസി ആകുന്നത് ഇംഗ്ലീഷ് ആണ് എന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും എന്നുള്ളത് ഞാൻ വാക്ക് തരികയാണ്. അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം, ഈ ചാനൽ വിജയിപ്പിക്കണം നിങ്ങൾക്ക് വേണ്ടി. താങ്ക് യു വെരി മച്ച്.